ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് 2 ദിനവൃത്താന്തം 34 അധ്യായം വായിക്കുകയായിരുന്നു. അവിടെ യോശിയാവ് എന്ന് പറയുന്ന യഹോവയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു രാജാവിനെ കാണുന്നുണ്ട്. അവൻ യഹോവയുടെ വഴികളിൽ നടന്നു എന്നാണ് പറയുന്നത്. അവൻ യെരുശലേം ദേവാലയത്തിന്റെ തകർച്ചകളെയൊക്കെ മാറ്റി അത് പണിയുന്നതിനു വേണ്ടി ആശാരിമാരെയും അതുപോലെ തന്നെ കൽപ്പണിക്കാരെയും മറ്റു പണിക്കാരെയും ഒക്കെ നിയമിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെ എന്നെ ആകർഷിച്ച ഒരു വാക്യം എന്ന് പറയുന്നത്, ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു എന്നാണ്. കാരണം ദേവാലയത്തിൽ ലഭിച്ച ധനം മുഴുവൻ ഈ ജോലിക്കാരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കുകയാണ്. അവരിത് വൃത്തിയായി ഭംഗിയായി വിശ്വാസത്തോടുകൂടി ചെയ്യുമെന്നുള്ള ആ ഭാഗം വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ പരസ്പരമുള്ള വിശ്വാസമല്ലേ. ഈ ഇടയ്ക്ക് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ജോജി എന്ന് പറയുന്നത്. ദിലീപ് പോത്തന്റെ ബ്രില്യൻസ് എന്നൊക്കെ ആ സിനിമയെ പറ്റി പറയാറുണ്ട്. അതിന്റെ അകത്തെ പിതാവായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം ശരിക്കും മക്കളെ ഒന്നും വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തന്നോട് ഒപ്പമെത്തിയ മക്കൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ അവരെ ഒരു അടിമ കണക്കെ വളർത്തുകയാണ്. കാരണം മക്കളൊന്നും ചെയ്താൽ നന്നാകത്തില്ല എന്നുള്ള ഒരു തോന്നലാണ് ആ പിതാവിനെ നയിക്കുന്നത്. അവിടെ മക്കളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബം തന്നെ അങ്ങ് തകർന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു വ്യക്തിയുടെയും പ്രസ്ഥാനത്തിന്റെയും കുടുംബത്തിന്റെയും വിജയം എന്ന് പറയുന്നത്. യേശുദമ്പുരാൻ പറയുന്ന ഉപമയിൽ ഒരു പിതാവ് തന്റെ 2 മക്കളോട് പറയുന്നുണ്ട് തോട്ടത്തിൽ പോകണമെന്ന്. മൂത്തവൻ പോകാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവൻ പിതാവിന്റെ വിശ്വാസം കാത്തില്ല, അവൻ പോകുന്നില്ല. പലപ്പോഴും ഇന്നത്തെ പ്രതിസന്ധികൾ എന്ന് പറയുന്നതിൽ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് വാക്കിന് വിലയില്ലാതെയായി പോകുന്നു എന്നുള്ളതാണ്. വാക്കിന് വിലയില്ല എന്ന് പറഞ്ഞാൽ അവിശ്വസ്തരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. UK ഒരു ദമ്പതികളുടെ കഥ ഈ ഇടയ്ക്ക് കേൾക്കുവാനിടയായി. മറ്റൊന്നുമല്ല, ഈ പെൺകൊച്ച് നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട IELTS ഒക്കെ പഠിച്ച് UK പോയി. നാട്ടിൽ നിന്നൊരു ചെറുക്കനെയൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അവൻ അവിടെ ചെന്നതിന് ശേഷം ഭാര്യയെ ഭയങ്കര സംശയമാണ്. ഇവൻ രാവിലെ ജോലിക്കാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് തിരികെ തന്റെ ഭവനത്തിൽ വന്ന് കട്ടിലിന്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കുകയാണ്. കാരണം ഭാര്യ അവന് വിശ്വാസം പോരാ. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ പലപ്പോഴും തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ഈ യോശിയാവിനെ പോലെ തങ്ങളുടെ കൂടെയുള്ളവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ എന്നുള്ളത് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുടുംബത്തെയും നമ്മളുടെ മക്കളെയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും വിശ്വാസത്തിലെടുക്കുവാൻ സാധിക്കണം. നമ്മളുടെ ജോലിക്കാരെ നമുക്ക് വിശ്വാസത്തിലെടുക്കുവാൻ സാധിക്കണം. നമ്മുടെ അയൽവക്കവുമായിട്ട് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയും സഹോദരനെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത് വലിയ അപകടമാണ് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് പരസ്പരമുള്ള ആ വിശ്വാസം ഉറപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക.